Dear children, welcome to my channel Hindi Vidyalaya. Today I am going to tell you about the poem बच्चे काम पर जा रहे हैं. This poem was written by Rajesh Joshi. It's a poem from class 10th. So let's start the poem. बच्चे काम पर जा रहे हैं. कोहरे से ढंगी सड़क पर बच्चे काम पर जा रहे हैं. सुबह सुबह बच्चे काम पर जा रहे हैं. हमारे समय की सबसे भयानक पंक्ति है ये. बयान है इस विवरण की तरह लिख जाना चाहिए इसे सवाल की तरह. काम पर क्यों जा रहे हैं बच्चे. മൂടൽ മഞ്ഞ് കൊണ്ട് മൂടിയ റോഡിലൂടെ അതിരാവിലെ കുട്ടികൾ ജോലിക്ക് പോവുകയാണ്. നമ്മുടെ സമയത്ത്, അതായത് ഇന്നത്തെ കാലത്ത്, ഒരു ഭയാനകമായ വരിയാണിത്. ഇതൊരു വിവരണം പോലെ എഴുതുന്നതും ഭയാനകമാണ്. ഇതിനെ ഒരു ചോദ്യം പോലെ എഴുതുന്നതാണ് നല്ലത്. ബച്ചേ കാം പർ ക്യോം ജാ രഹേ. കുട്ടികൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. കുട്ടികൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. അവർക്ക് കളിക്കാൻ സ്ഥലമില്ലാത്തത് കൊണ്ടോ, സമയമില്ലാത്തത് കൊണ്ടോ, അല്ലെ കളിക്കാൻ എന്തെങ്കിലും സാധനങ്ങൾ ഇല്ലാത്തത് കൊണ്ടോ, എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ, ചെറിയ കുട്ടികൾ ഇന്ന് സ്കൂളിൽ പോവാതെ ജോലിക്ക് പോകുന്നത് എന്നാണ് കവിയുടെ ചോദിക്കുന്നത്. ക്യാ अंतरिक्ष में गिर गई है सारी गेंदें. क्या दीमकों ने खा लिया है सारी रंग बिरंगी किताबों को. क्या काले पहाड़ के नीचे दब गए हैं सारे खिलौने. क्या किसी भूकंप में डर गई हैं सारे मदरसों की इमारतें. കവി ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ കുട്ടികൾ എന്തുകൊണ്ടാണ് ജോലിക്ക് പോകുന്നത്. അവർ അന്തരീക്ഷത്തിലേക്ക് എല്ലാ ബോളുകളും, അവർ കളിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ പന്തുകളും വീണുപോയോ, അതോ അവരുടെ നല്ല നിറമുള്ള ഭംഗിയുള്ള പുസ്തകങ്ങളൊക്കെ ചിതൽ തിന്നുപോയോ, അവരുടെ കളിക്കോപ്പുകൾ കറുത്ത പർവ്വതത്തിന് അടിയിൽ അകപ്പെട്ടു പോയോ, അതോ നമ്മുടെ വിദ്യാലയങ്ങളുടെ കെട്ടിടങ്ങൾ എല്ലാം ഏതെങ്കിലും ഭൂകമ്പത്തിൽ പെട്ട് തകർന്നു പോയോ. എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് സ്കൂളുകളിൽ പഠിക്കാൻ പോവാതെ ജോലിക്ക് പോകുന്നത് എന്നാണ് കവി നമ്മളോട് ചോദിക്കുന്നത്. क्या सारे मैदान सारे बगीचे और घरों के आंगन खत्म हो गए हैं एकाएक. तो फिर वजह ही क्या है इस दुनिया में. कितना भयानक होता अगर ऐसा होता. बयान है लेकिन इससे भी ज़्यादा ये की है सारी चीज़ें हस्ब मामूल. എല്ലാ മൈതാനങ്ങളും പൂന്തോട്ടങ്ങളും വീടുകളിലെ മുറ്റങ്ങളൊക്കെ അവസാനിച്ചു പെട്ടെന്ന്. പിന്നെ എന്താണ് ഈ ലോകത്തിൽ ബാക്കിയായിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അതെത്ര ഭയങ്കരമായിരിക്കും. എന്നാൽ ഇതിലും അധികം ഭയങ്കരമാണ് ആ നിത്യസംഭവമായി കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കുട്ടികൾ ജോലിക്ക് പോകുന്നത് കാണുന്നത് ഏറ്റവും ഭയാനകമായ ഒരു നിത്യസംഭവമാണ് എന്നാണ് കവി പറയുന്നത്. पर दुनिया की हज़ारों सड़कों से गुजरते हुए बच्चे, बहुत छोटे छोटे बच्चे काम पर जा रहे हैं. ലോകത്തിലെ ആയിരക്കണക്കിന് റോഡുകളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ ചെറിയ ചെറിയ കുട്ടികൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളെ, നമ്മുടെ സമൂഹത്തിലെ ഒരു ഭയാനകമായ കാഴ്ചയാണ് കുട്ടികൾ ജോലിക്ക് പോകുന്നത്. ബാലവേല കുറ്റകരമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കുട്ടികൾ ചെറിയ പ്രായത്തിൽ വിദ്യാലയത്തിൽ പോയി വിദ്യാസമ്പന്നരായിട്ട് നല്ലൊരു വ്യക്തികളായി മാറേണ്ടതാണ്. അവർ ആ പ്രായത്തിൽ ജോലിക്ക് പോകേണ്ടതല്ല എന്നാണ് കവി പറയുന്നത്. അത് ഏറ്റവും ഭയാനകരമായ കാഴ്ചയാണ്. മറ്റ് സംഭവങ്ങളെ അപേക്ഷിച്ച് കുട്ടികൾ ജോലിക്ക് പോകുന്നത് ഏറ്റവും ഭയാനകമാണ് എന്നാണ് കവി നമ്മോട് പറയുന്നത്. So children, I hope you understood this poem well. So if you understood the poem, please like, share and support my video. Thank you.